നമ്മളെ മോനുവിൻ്റെ സൈക്കിളാട്ടത്. അവന് ആഗ്രഹം തീരുന്നവരെ സൈക്കിള് ഉപയോഗിക്കാൻ പറ്റും. അടുപ്പെല്ലാം ഒരുപാട് വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കമൻറ്റ് ചെയ്യലുണ്ട് അടുപ്പ് മോശമാണെന്ന്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോക്ക് ഇങ്ങനെ കാണുന്ന സ്ഥിരമായിട്ടുള്ള സബ്സ്ക്രൈബറെ അദ്ദേഹം പല ആളുകളും കമൻറ്റിലൂടെ നമ്മൾ ലൈവിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ വളരെ വൃത്തികേടുണ്ട്, പെയിൻ്റൊക്കെ പോയിട്ട് തീരെ വൃത്തിയില്ല, ഒന്ന് പെയിൻ്റ് അടിച്ചൂടെ. പക്ഷെ എന്താ വിഷയം എന്നറിയോ, സാഹചര്യം കാരണം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റൂല. ഒക്കെ നമ്മൾ കമൻറ്റിൽ തിരിച്ചും ചെയ്തിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ എന്തോ അറിയില്ല, ഭയങ്കര വിഷമം. അപ്പോൾ ഏതായാലും ഒരു വ്യക്തി നമുക്ക് വേണ്ട പെയിൻറ് കാര്യങ്ങളൊക്കെ കുറച്ച് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് ഗൂഗിൾ പേ ചെയ്യണം ഷോപ്പിക്ക് നേരിട്ടിട്ട്. അപ്പോൾ ആ ഷോപ്പിൽ നമ്മളോട് ഇങ്ങനെ ബന്ധപ്പെട്ട്, നിങ്ങൾ വേറൊന്നും വിചാരിക്കണ്ട, നിങ്ങളൊരു വേണ്ടപ്പെട്ട ആൾക്കാർ ചെയ്തെന്ന് കൂട്ടിയാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിക്കേണ്ട, വേറെ ഒന്നും വേണ്ട, നിങ്ങളൊക്കെ പ്രാർത്ഥന മതി. നിങ്ങൾക്ക് പല സാധനങ്ങളും പല ആളുകളും പലതും തരുന്നൊക്കെ കണ്ട്, നിങ്ങൾക്ക് ഡ്രസ്സ് അതേപോലെ ഒരുപാട് പ്രൈസുകൾ വന്ന്, ഫുഡ് വന്ന് ഒക്കെ ഞാനും കാണുന്നുണ്ട്. ഞാനും അതുപോലെ ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ സ്ഥിരമായി നിങ്ങളെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. സ്പെഷ്യലി പൊന്നൂൻ്റെ കുട്ടിമോൻ്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ആകെയുള്ളൊരു ടൈം പാസ്സാണ്. അപ്പോൾ നിങ്ങളെ വീടിൻ്റെ ഇത്രയും ഇതായി കാണുമ്പോൾ നിങ്ങളൊന്നും ഉദ്ദേശിക്കേണ്ടായില്ലേ, നിങ്ങളൊരു ചോര, നിങ്ങളൊരു രക്തബന്ധം തന്നത് അത്രയും കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വ്യക്തി ചുരുക്കിയാണ് പറഞ്ഞാൽ, ആ വ്യക്തി അത് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ് നമ്മുടെ എടരിക്കോടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എടരിക്കോട് ACB പെയിന്റിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ആ ഷോപ്പിൽ ഇപ്പോൾ അത് വാങ്ങാൻ പോവുകയാണ്. അദ്ദേഹം അതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാണ്, ജസ്റ്റ് പോയി വാങ്ങിക്കളയും. അപ്പോൾ നമ്മുടെ അയൽവാസിൻ്റെ കാതറാക്ക അദ്ദേഹത്തിനെ കൊടുത്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ എല്ലാം വിവരങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞാൽ ഒരു ബില്ല് തന്ന് ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഉൾഭാഗങ്ങളിൽ മാത്രം അടിക്കുന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് പുറത്തേക്ക് അടിക്കണില്ല, ഉൾഭാഗം മാത്രമാണ്. അപ്പോൾ അതിന് വേണ്ട പെയിൻറ് കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനിത് കുട്ടിമോനെ മാളോ കൂടി ഞങ്ങൾ ACB പെയിൻറ്റ്സ് എഡ്രിക്കോട്ട് കണ്ട് പോവാണ്. അപ്പോൾ ചാനൽ ആയിട്ട് കാണാനൊക്കെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ നേരം വൈകിട്ട് പൊന്നൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ടാവും, ആണ്ട് പോകാണ്ട്. അപ്പോൾ വീട്ടിൽ ആരും ഇല്ല, മാളൂന് ഒരു വഴിക്കും അത് പോകാണ്ട് എല്ലാം ഉണ്ട്. കുട്ടിമാർക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്കൂളിൽ പുതുപ്പറമ്പിൽ, അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ട്. ആ പോണ പോകിൽ സാധനം വാങ്ങിയിട്ട് വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ നല്ല മഴ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ACB പെയിൻസ്. ഇതാണ് നമ്മളെ ഷോപ്പൊക്കെ എത്തിയിട്ടാ. പാർക്കിംഗ് സൗകര്യം കുറവുണ്ട്. ഏതായാലും നല്ല വിശാലമായ പാർക്കിംഗ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒരുപാട് വണ്ടികളുള്ളതുകൊണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടാ. സാധനങ്ങളൊക്കെ അവിടെ റെഡി ആയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാധനങ്ങൾ കയറ്റിയാൽ പോവാം. ബാക്കി അവിടെ ചെന്നല്ലേ. അപ്പോൾ മാഷാഅല്ലാ പെയിൻ്റൊക്കെ വാങ്ങിയത് ഞങ്ങൾ തിരിച്ചു പോകണേ. സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അവർ റെഡിയാക്കി വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു, വണ്ടി കയറ്റാൻ കഴിഞ്ഞു. അവിടെ റെഡിയാക്കി വെച്ചേന്ന് ഒരു ബൈക്ക് ബാക്കിലുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ കൊടുത്ത് വിട്ടാക്കി ഇത് സ്പോൺസർ ചെയ്താക്കി ഏതായാലും അയാളെ അദ്ദേഹത്തിൻ്റെ ഹലാലായ എല്ലാ മുറാദുകളും അയസലായി കൊടുക്കട്ടെ. ഈ ലോകത്തും പരലോകത്തും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നിങ്ങളും അദ്ദേഹത്തിന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും അദ്ദേഹം ഉണ്ടാവും, നിങ്ങളെല്ലാവരും ഉണ്ടാവും. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ ആ സാധനം പെയിൻ്റൊക്കെ വാങ്ങിയിട്ട് ഇതാ വീട്ടിലേക്ക് പോകട്ടാ. ഓക്കെ. പൊരിക്കടിൻ്റെ സമയം. ഈ സമയം ഇവിടെ പൊരിക്കടിൻ്റെ പൂര ഇഷ്ടം പോലെ വണ്ടികൾ വന്ന് നിൽക്കും. നമ്മുടെ അമ്മാലിപ്പടി ചായക്കടി ആ ഷോപ്പില്ല, ചായക്കടി കേട്ടാ, ചായക്കടി
ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ നമ്മുടെ ആളൂരിപ്പാതൻ്റെ കൂടി ഇങ്ങനെ പോയിട്ടാ അമ്മാലിപ്പടി. ഏതായാലും മാഷാ അല്ലാഹ് പെയിൻ്റൊക്കെ എടുത്ത് കുറേ വർഷങ്ങളായിക്കണ് പെയിന്റ് അടിച്ചിട്ട് നമ്മൾ ആകെ വൃത്തിയോടെ കിടക്കുക. ഞങ്ങൾ പൊതുവെ വീഡിയോ ചെയ്യുമ്പോൾ ലൈവ് ചെയ്യുമ്പോഴൊക്കെ എന്താ എല്ലാവരും പറയും വളരെ വൃത്തിയോടായിട്ടുണ്ട്, നിങ്ങളെ വീടൊന്ന് വൃത്തിയാക്കി കൂടെ, നിങ്ങളെ ഒന്ന് പെയിന്റ് അടിച്ചൂടെ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ലാസ്റ്റൊക്കെ ലൈവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു കർട്ടൻ ഉണ്ട് നമ്മളെ വീടിന്റെ അകത്തുള്ള ബെഡ്റൂമിലുള്ള. അപ്പോൾ ആ കർട്ടൻ പുറകെ വശം അതൊരു ബാക്ക്ഗ്രൗണ്ട് ആയിക്കൊണ്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും, ലൈവൊക്കെ ചെയ്യും. അപ്പൊ ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചാൽ വളരെ ഇതാണല്ലോ, പണി കാര്യങ്ങളൊക്കെ മോശം, മഴ ടോട്ടലി മോശമാണ് കുറേ ആയിട്ട്. അപ്പോൾ ഏതായാലും എപ്പോഴും ഉദ്ദേശിക്കാറുണ്ട് ഒന്ന് പെയിന്റ് ചെയ്യണം, വൃത്തിയാക്കണം, പെയിന്റ് ചെയ്യണമെന്ന്. പക്ഷെ സാഹചര്യം പറ്റൂല. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു സബ്സ്ക്രൈബർ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഒരു താല്പര്യം, ഇവരെ അടിച്ചോട്ടെ, വൃത്തിയാക്കിക്കോട്ടെ എന്ന് തോന്നി. അപ്പോൾ അവരയച്ചു, നമ്മൾ പെയിന്റ് വാങ്ങി അടിക്കാൻ പോട്ടാ. അടുത്ത തിങ്കളാഴ്ച ഞായർ തിങ്കളൊക്കെ കണ്ടിട്ട് പെയിന്റ് അടിക്കാൻ നമ്മുടെ അയൽവക്കത്തുള്ള ഒരു 1-2 വ്യക്തിയാണ്, അവർ വരും പെയിന്റിങ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഞങ്ങളെ കൂടെ കൂടും. ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, വൃത്തിയാക്കലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്, ജഗപ്പൊക്കെയാണ് വീട്ടിൽ. അപ്പോൾ ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ അതിനോട് ബന്ധപ്പെട്ടൊക്കെ വീട്ടിലെത്തിയിട്ട് കാണിക്കാം. ബാക്കിയൊക്കെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ വീട്ടിലേക്ക് നേരെ എത്തുക ഇൻഷാ അല്ലാഹ്, അതിന് ശേഷം ബാക്കി പറയാം. അപ്പൊ ഏതായാലും നമ്മുടെ വീട് എത്താറായിട്ടുണ്ട്. കുറച്ച് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ അറിയാത്ത സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടി കാണിക്കുകയാണ് നമ്മളെ വീട്. അപ്പോൾ വീട് ഏതായാലും ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എങ്കിലും കൂടിയിട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി സാധനമൊക്കെ ഇറക്കി വെക്കട്ടോ. ഓക്കെ. എന്തോ സാധനം? അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് വായിച്ചിട്ടോ കുഞ്ഞാ? പിന്നെന്തായേ? അതല്ലേ ഇത് അതിൻ്റെ ഉള്ളിലും പെയിന്റാ? അതിലും പെയിന്റാ? വെടിയുണ്ട്. അപ്പൊ പെയിന്റുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. മോട്ടി മാറിക്കാം. ഓക്കെ. ഇതൊക്കെ ഐറ്റംസുകള് ഏഷ്യൻ പെയിന്റ് കേട്ടാ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ്. മാഷാ അല്ലാ. ബാക്കി ബാക്കി ഐറ്റം കേട്ടാ. എന്നാ അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു വീക്ക് ആയിട്ടുണ്ട് വീടിന്റെ ഭാഗങ്ങളൊക്കെ, മഴയല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ വീട്. ഓക്കെ. ഈ വീട് അനിയൻ്റെ വീട് കേട്ടോ. പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് 2 വീടിൻ്റെയും കൂടി ഗ്യാപ്പാണ് ഈ കാണുന്നത്. ഇവിടെ മതിലൊന്നും വെച്ചിട്ടില്ല. ഓക്കെ. ചെറിയൊരു അതിരിട്ടാണ്. ചെടികളൊക്കെ അങ്ങ് പറ്റ ക്ഷീണത്തിലാണ്, മഴക്കാലമായതുകൊണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് ക്ലീനിങ്ങും വർക്കിലോട്ടാ ഞങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നിട്ടാ. ഇവിടെയൊക്കെ സിമെൻ്റൊക്കെ കുറച്ച് പൊട്ടിപ്പോന്നി, ഇതൊക്കെ ഒന്ന് പാച്ച് വർക്ക് ചെയ്യുന്നേ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കാരണം പെയിൻ്റ് അടിക്കാനാകുമ്പോൾ ഇതിനൊക്കെ റെഡിയാക്കിയുള്ള നല്ലത്. അടുക്കള മൊത്തം അലങ്കോലാണ്. എന്താ വെച്ചാൽ ഇവിടെ അതുപോലെ തന്നെ കുറച്ച് പൊട്ടി വീണുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മൊത്തം റെഡിയാക്കിയായിരുന്നു ഒന്ന്. ഇതണ്ടില്ലേ, പെയിൻ്റ് അടിക്കാനാകുമ്പോഴത്തേന് എല്ലാം റെഡിയാക്കിയാൽ ഇവിടെയൊക്കെ മൊത്തം ക്ലീൻ ചെയ്ത് അടിക്കാമല്ലോ. അതുപോലെ നമ്മുടെ അടുപ്പെല്ലാം ഒരുപാട് വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എല്ലാവരും കമൻറ്റ് ചെയ്യലുണ്ടായിരുന്നു അടുപ്പ് മോശമാണെന്ന്. അടുപ്പ് ഒന്നാണ് പാച്ചർക്ക് ചെയ്തു. ജസ്റ്റ് സിമെൻറ്റും ഇതൊക്കെ കലക്കിയിട്ട് ആ പൊട്ടിയ ഭാഗങ്ങളൊക്കെ ഒന്ന് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി ഇവിടെ താഴ്ഭാഗത്ത് ഇങ്ങനെ ചെയ്യാണ്ട്, അത് നിർബന്ധമില്ല, പെട്ടെന്ന് കാണൂല. ഇവിടെയൊക്കെ ഒന്ന് റെഡിയാക്കി ഈ ടയർ പൊട്ടിയെടുത്തൊക്കെ ജസ്റ്റ് സിമെൻറ്റും എംസാൻ്റെയും കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നും ഞങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ പണികൾ ഇതൊക്കെ ആയിരുന്നു. ഏതായാലും പണിയൊക്കെ കുറവല്ലേ. അപ്പോൾ ചുമരുകളൊറ്റ വൃത്തികേടാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കംപ്ലൈൻറ്റ് കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ് ഈ സബ്സ്ക്രൈബേഴ്സ് ഇതിൽ ഇടപെട്ടത്. ട്രെയിനിങ്ങുകളിലൊക്കെ ടോട്ടലി ഇവിടെ ക്ലീനിങ് നടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്നായിട്ട് അലങ്കോലപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊന്ന് അടിക്കാം. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ സാധനം എത്തിയിട്ടുണ്ട്. ഇനി ഞായർ തിങ്കളൊക്കെ കണ്ട് പെയിൻ്റ് അടിക്കും. അപ്പോൾ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുള്ള പുതിയ രൂപങ്ങൾ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗത്താ. അവിടെ ഒരു നമ്മളെ വാഷിംഗ് മെഷീൻ കിടക്കുന്നത് ഇവിടെയാണ്. ഇതുപോലെ പൊട്ടിയതിന്ന് അവിടെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നന്നാക്കി ഇതും കൂടി ചെയ്യാണ്ട്. ഓക്കെ, ഇതാണ് ബാക്ക് സൈഡ്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, സോറി, ഒരു ബാത്റൂം ഉണ്ട് ഇവിടെ. റെയിൽസൊക്കെ പെയിൻ്റ് അടിക്കാനാണ്. മൊത്തത്തിൽ ഒന്ന് മാറണം. നമ്മളെ മോനുവിൻ്റെ സൈക്കിളാട്ടത്. അവന് ആഗ്രഹം തീരുന്നവരെ സൈക്കിള് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് പള്ളിക്ക് പോകേണ്ടി വന്ന് സാഹചര്യം അങ്ങനെ ആയിപ്പോയി. കുറേ മുമ്പ് വാങ്ങിക്കൊടുക്കാനും പറ്റിയില്ല. ഏതായാലും സൈക്കിൾ ഇവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ട്, അവനെയും കാത്തിട്ടാ. കണ്ടില്ലേ, സൈക്കിൾ കൊണ്ടുവന്ന് കൂടുതലൊന്നും ചവിട്ടാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ കൂടി പഞ്ചറാവും, ചവിട്ടാൻ പറ്റില്ല. വീണ്ടും പഞ്ചറാവും, ചവിട്ടാൻ പറ്റില്ല. അങ്ങനെ ഒരു കംപ്ലൈൻറ്റുള്ള സൈക്കിളാണ്. ഒന്നാമത് പഴയതല്ലേ. ഏതായാലും ഇനി നല്ല സൈക്കിളൊക്കെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇനി ലീവിന് വരുമ്പോൾ അപ്പം റെഡിയാക്കണം ഇൻഷാ അല്ലാ. നിങ്ങളും പ്രാർത്ഥിക്കൊണ്ടേ മോനെ വരുമ്പോൾ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ വീട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് പുതിയ വിശേഷങ്ങളും പുതിയ വിവരങ്ങളൊക്കെ ആയിട്ട് നാളെ വീണ്ടും വരാം. നാളെ പുതുപുത്തനൊരു വീഡിയോയെ പറ്റി വീണ്ടും വരാം ഇൻഷാ അല്ലാ. അതുവരെ നിങ്ങൾക്കും നമ്മൾക്കും എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഒക്കെ തരട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.